പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളെ ഭക്തിസാന്ദ്രമാക്കി ഇന്ന് രഥപ്രയാണത്തിൻ്റെ രണ്ടാം ദിവസം മന്ദക്കര മഹാഗണപതിയുടെ തേര് അഗ്രഹാര വീഥികളിൽ പ്രയാണത്തിനിറങ്ങുകയാണ്. ഒന്നാം തേരുത്സവ ദിനത്തിൽ പ്രയാണം അവസാനിപ്പിച്ച വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥങ്ങൾ കൂടി ഇന്ന് പ്രയാണത്തിന് ഇറങ്ങും. നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും കൽപ്പാത്തിയിൽ നിന്ന്. നിഖിൽ, രണ്ടാം ദിവസമാണ് ഇന്ന് പൊടിപൂരം, പറയൂ. പിന്നെ തീർച്ചയായിട്ടും പൊടിപൂരാണ് സ്കേൻ. ഇന്നിപ്പോൾ രണ്ടാം ദിനത്തിലെ ഈ രാവിലത്തെ തേര് വലിക്കാൻ തുടങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ മന്ദക്കര മഹാഗണപതിയുടെ മുന്നിലാണ് നമ്മളുള്ളത്. പല്ലക്കിലേറി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയെ കണ്ട് അനുമതി വാങ്ങി ഈ മന്ദക്കര മഹാഗണപതി രഥപ്രയാണത്തിന് വേണ്ടി എത്തിച്ചേരും. പുഷ്പവലാദികളിൽ അലങ്കരിച്ച തേരിൽ ഈ ഗണപതിയെ കൽപ്പാത്തി തെരുവിലൂടെ ആളുകൾ ഇങ്ങനെ ആനയിച്ച് ഇവിടേക്ക് എത്തിക്കും. അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഈ രഥത്തിന് മുന്നിൽ ഇങ്ങനെ കോലം വരയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും രഥം വലിക്കാൻ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കാനും ഒക്കെ വളരെ ദൂരത്ത് നിന്ന് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിമാരും ഗണപതിയും വള്ളി സമേത സുബ്രഹ്മണ്യ സ്വാമിയും ഒന്നാം തേരുത്സവമായ ഇന്നലെ തേരിലേറി പ്രദക്ഷിണം ആരംഭിച്ചിരുന്നു. നാളെയാണ് പ്രസിദ്ധമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇറങ്ങിയിരുന്നത് നാളെയാണ് രഥസംഗമം. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, എല്ലാ രഥങ്ങളും ഈ തേരുമുട്ടിയിൽ ഇങ്ങനെ സംഗമിക്കുന്ന ആ മനോഹര കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തവണ വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കാരണം അത്രയധികം ആളുകൾ ഇത്തവണ എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നതിനും ഒരുപക്ഷെ വലിക്കാൻ കഴിയുമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചേട്ടനൊക്കെ എവിടുന്ന വരുന്നത്? ഞാൻ കൊടുങ്ങല്ലൂര്. ഇത് കാണാൻ വേണ്ടി വന്നത്? അത് കാണാൻ വേണ്ടി വന്നത്. ഇതൊരു ഫസ്റ്റ് ടൈമാണ്. വലിക്കുന്നുണ്ടോ? വലിക്കാൻ ശ്രമിച്ചു. നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? കൊടുങ്ങല്ലൂർ തന്നെ ഒരുമിച്ച് ആലപ്പുഴ ഇത് കാണാൻ വേണ്ടി ഒരുമിച്ച് വന്നതാണ്. കൊല്ലത്ത് നിന്നാണ്. ചേട്ടൻ കണ്ണൂര്. അപ്പൊ ഇത് കാണാൻ വേണ്ടി അതാണ് ശരിക്കും കൽപ്പാത്തി ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലേ. പല ദേശങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന് ആളുകൾ ഈ ഉത്സവത്തോടുള്ള ഇപ്പോൾ പല്ലക്കിലേറിക്കൊണ്ട് മന്ദക്കര മഹാഗണപതി ഇങ്ങനെ വരുന്നത് നമുക്കൊരു ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും. സ്കേൻ ഈ ഒരു ഭാഗത്ത് ഈ വടം ഇങ്ങനെ വലിച്ച ആളുകൾക്ക് വലിക്കാൻ പാകത്തിന് റോഡിലേക്ക് ഇട്ട് നൽകുമ്പോൾ അപ്പുറത്ത് നിന്ന് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ, അതായത് ഈ ഉത്സവത്തിന്റെ ഉത്സവനാഥനായിട്ടുള്ള വിശ്വനാഥ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം ഈ അഗ്രഹാര വീഥികളിലൂടെ ആളുകളുടെ ഒക്കെ അകമ്പടിയിൽ ഇതാ പല്ലക്കിലേറിക്കൊണ്ട് മന്ദക്കര മഹാഗണപതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ചെണ്ടമേളങ്ങളുടെ വാദ്യങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരുഭാഗങ്ങളിലും ആളുകൾ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ വടം വലിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക.